എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഇത് കർക്കിടകത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു എണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി പറമ്പിൽ പോയി പച്ചമഞ്ഞളെടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ലൊരു കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം. അതിലേക്ക് നല്ലെണ്ണ, വെളിച്ചെണ്ണ, നെയ്യ് ഇത്രയും നല്ലപോലെ ചൂടാക്കി എടുക്കണം. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഈ ഒരു ഓയിൽ നമുക്ക് കർക്കിടകത്തിൽ മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിലും ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ സ്കിൻ ഒന്നും കൂടി റെജുവിനേറ്റ് ചെയ്യും, കുറച്ചും കൂടി സോഫ്റ്റ് ആക്കും. ഓയിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ബോഡിക്കും ഫേസിനൊക്കെ. പിന്നെ വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം മതി ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട്, കുറച്ച് സമയവും മതി. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ടേമറിക്, അലോവേറ ജെൽ, പിന്നെ മറ്റേ ഉലുവ. അപ്പോൾ എല്ലാവർക്കും അറിയാം ടേമറിക് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനാണെങ്കിലും എല്ലാത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അലോവേറ ജെല്ല്, നമുക്കിപ്പോൾ വെറുതെ അലോവേറ ജെല്ല് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലത് തന്നെയാണ്. പിന്നെ ഇത് മെയിൻലി കർക്കിടകത്തിൽ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈമിൽ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ബോഡി ആണെങ്കിലും ഫേസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും കെയർ ചെയ്യേണ്ട ടൈമാണ്. അതാണ് ഞാനിത് പ്രത്യേകം ഈ ഒരു ടൈമിൽ ഇത് ഇടാൻ കാരണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ മാർക്കറ്റ്സിലൊക്കെ കുറേ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ടേമറിക്കിൻ്റെ പൗഡറൊക്കെ ആണെങ്കിൽ തന്നെ. പിന്നെ ഈ അലോവേറ ജെല്ലൊക്കെ നമുക്ക് ബോട്ടിൽസിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാതെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിച്ച് ഇതിൽ യൂസ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് അത് നമ്മൾ ഈ ഓയിൽ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇടാം. ഈ ഉലുവ, അലോവേറ ജെൽ ആൻഡ് ടേമറിക്. എന്നിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ അടിയിൽ സെറ്റിലാവും. അതിനുശേഷം മാത്രം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കരിഞ്ഞു പോവാതെ നോക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലേക്കെല്ലാം സെറ്റിലായി കിടക്കും. അതിനുശേഷം തണുത്തതിന് മാത്രം ഏതെങ്കിലും ഒരു നല്ലൊരു ജാറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.